നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നിലമ്പൂർ സുൽത്താനായി ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ 19 റൗണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 11,005 വോട്ട് ഭൂരിപക്ഷം നേടിയാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥിയായി വിജയിച്ച PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 11,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷൗക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദ് ദീർഘകാലം കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലം UDF വേണ്ടി തിരിച്ചുപിടിച്ചത്. CPM-ന്റെ M സ്വരാജിനെ 11,005 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷൗക്കത്ത് പരാജയപ്പെടുത്തിയത്. സ്വരാജിന്റെ തുടർച്ചയായ രണ്ടാമത്തെ പരാജയമായി ഇത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ K ബാബുവിനോടും സ്വരാജ് പരാജയപ്പെട്ടിരുന്നു. 3 മുന്നണികൾക്കുമെതിരെ സ്വതന്ത്രനായി മത്സരിച്ച മുൻ MLA 10,000-ഓളം വോട്ട് പിടിച്ച് കരുത്ത് കാട്ടി. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയിലൂടെ പരീക്ഷണം നടത്തിയ BJP 4ാം സ്ഥാനത്തായി. UDF സ്ഥാനാർത്ഥി ഷൗക്കത്തിന് 69,932 വോട്ടും LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 59,140 വോട്ടും അൻവറിന് 17,873 വോട്ടും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് 7,593 വോട്ടും ലഭിച്ചു. 2016 ശേഷം ഇപ്പോഴാണ് മണ്ഡലത്തിൽ UDF വിജയിക്കുന്നത്. LDF മണ്ഡലത്തിൽ വീണ്ടും അടിതെറ്റിയിരിക്കുകയാണ്. സ്വതന്ത്രനും സിറ്റിംഗ് MLAയുമായിരുന്ന PV അൻവറിനും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ 10 വർഷത്തിനു ശേഷം നിലമ്പൂർ മണ്ഡലം UDF തിരിച്ചുപിടിച്ചു. 8 തവണ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച മണ്ഡലത്തിൽ മകൻ ഷൗക്കത്ത് ഇനി MLA ആകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയമുറപ്പിച്ചതോടെ വൈകാരിക നിമിഷങ്ങൾക്കാണ് നിലമ്പൂരിലെ ആര്യാടൻ ഹൗസ് സാക്ഷിയായത്. രാവിലെ മുതൽ തന്നെ ആര്യാടൻ ഹൗസ് പ്രവർത്തകരാൽ നിറഞ്ഞിരുന്നു. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഷൗക്കത്ത് വിജയമുറപ്പിച്ചതോടെ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി. ആര്യാടൻ ഹൗസിലെ വീട്ടിലെ മുകൾ നിലയിൽ നിന്ന് നേതാക്കൾക്കിടയിൽ നിന്ന് താഴേക്ക് വന്ന ഷൗക്കത്ത് ആദ്യം പോയത് ഉമ്മയുടെ മുറിയിലേക്കാണ്. അവിടെ മൊബൈലിൽ ഫലപ്രഖ്യാപനം കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മയെ ഷൗക്കത്ത് വാരിപ്പുണർന്നു. സന്തോഷം കൊണ്ട് കണ്ണീരണിഞ്ഞ ഷൗക്കത്ത് തന്റെ വിജയം കാണാൻ പിതാവ് ആര്യാടൻ മുഹമ്മദ് ഇല്ലാത്തതിന്റെ വേദനയാണ് പങ്കുവച്ചത്. UDF-ന്റെ ഉറച്ച കോട്ട, കോൺഗ്രസിന്റെ കരുത്തനായ ആര്യാടൻ മുഹമ്മദ് 8 തവണ വിജയിച്ച നിലമ്പൂർ മണ്ഡലം. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുത്ത് LDF-ന്റെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം. ആര്യാടന്റെ പാരമ്പര്യത്തെ തകർത്ത് കോൺഗ്രസ് കോട്ടയ്ക്ക് മുകളിൽ ഇടത് സ്വതന്ത്രൻ ചെങ്കൊടി പാറിച്ചു. 2ാം തവണയും ആധികാരിക വിജയത്തോടെ PV അൻവർ നിലമ്പൂരിൽ തന്റെ കസേര ഉറപ്പിച്ചു. ഇപ്പോഴിതാ ഇടത് അടിക്കല്ലിളക്കി അൻവർ മുന്നണിക്ക് പുറത്തു ചാടിയതോടെ സംജാതമായ ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ മണ്ഡലം തിരികെ പിടിച്ചിരിക്കുകയാണ് UDF. വോട്ടെണ്ണൽ അവസാന റൗണ്ടിലേക്ക് അടുക്കുമ്പോൾ ഇടതിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി M സ്വരാജിനെ നിഷ്പ്രഭനാക്കി ആര്യാടൻ ഷൗക്കത്ത് വലിയ ലീഡ് നിലയാണ് ഉറപ്പിച്ചിരുന്നത്. 2016-ൽ അൻവർ തട്ടിയെടുത്ത വിജയം ഇത്തവണ തിരിച്ചെടുത്ത പിതാവിന്റെ ആഗ്രഹം സഫലമാക്കിയിരിക്കുകയാണ് ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദ് അവസാനം നേടിയ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ ഇരട്ടിയാക്കിയാണ് മകന്റെ മുന്നേറ്റം. 10,000 കടന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് നില മുന്നേറുകയായിരുന്നു. ഇത് വാപ്പ ആഗ്രഹിച്ചിരുന്ന വിജയമാണ്. അത് നേടിയെടുക്കാനായതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ടെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചത്. വോട്ടെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും ആര്യാടൻ ഷൗക്കത്താണ് മുന്നിട്ട് നിന്നത്. LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ആര്യാടൻ ഷൗക്കത്ത് മികച്ച വോട്ട് ഷെയർ സ്വന്തമാക്കിയിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ബൂത്തിലും ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ഉയർത്തിയത് CPM-നെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ 11,005 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചത്. PV അൻവറിന്റെ പിന്തുണയില്ലാതെ ആര്യാടൻ ഷൗക്കത്തിലൂടെ LDF-ന്റെ സിറ്റിംഗ് സീറ്റ് സ്വന്തമാക്കിയപ്പോൾ UDF-ന് ഇരട്ടി മധുരം. തുടക്കം മുതൽ ലീഡ് നേടിക്കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു കയറിയത്. UDF-ന് വലിയ സ്വാധീനമുള്ള വഴിക്കടവ് പഞ്ചായത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടായില്ലെന്നും LDF കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ UDF വൻ മുന്നേറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നഗരസഭയിലും ആര്യാടൻ ഷൗക്കത്ത് ലീഡ് നേടി. വഴിക്കടവ് പഞ്ചായത്ത്, മൂത്തേടം പഞ്ചായത്ത്, M സ്വരാജിന്റെയും DCC പ്രസിഡന്റ് VS ജോയിയുടെയും പഞ്ചായത്തുകളായ എടക്കര പഞ്ചായത്ത്, പോത്തുകൽ പഞ്ചായത്ത്, ചുങ്കത്തറ പഞ്ചായത്ത്, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിലും ആര്യാടൻ ഷൗക്കത്ത് മുന്നേറ്റമുണ്ടാക്കി. CPS സ്വാധീന മേഖലയിലും ഷൗക്കത്ത് വോട്ട് വർദ്ധിച്ചു എന്നതാണ് ശ്രദ്ധേയം. 2016-ൽ അൻവർ തട്ടിയെടുത്ത വിജയം ഇത്തവണ തിരിച്ചെടുത്ത പിതാവിന്റെ ആഗ്രഹം സഫലമാക്കിയിരിക്കുകയാണ് ഷൗക്കത്ത്. 2005-ൽ CPS സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി വിജയം നേടിയാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് അംഗവും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായത്. നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ജ്യോതിർഗമയ പദ്ധതിയിലൂടെ എല്ലാവർക്കും 4ാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമായി നിലമ്പൂരിനെ മാറ്റിയതോടെയാണ് ആര്യാടൻ ഷൗക്കത്ത് ദേശീയ തലത്തിൽ അറിയപ്പെട്ടത്. 5 വർഷം നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും തുടർന്ന് നിലമ്പൂർ നഗരസഭയായി മാറിയപ്പോൾ പ്രഥമ നഗരസഭാ ചെയർമാനുമായിരുന്നു.
മലയാളം പുസ്തകങ്ങൾ ആര്യാടൻ മുഹമ്മദിന്റെ രാഷ്ട്രീയ ജീവിതം അസ്തമിച്ചു തുടങ്ങിയപ്പോൾ നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ സീറ്റിൽ മത്സരിച്ചു. കോൺഗ്രസിലും ലീഗിലും ഇത് ചൊല്ലി കലഹമുണ്ടായി. ആ അവസരം മുതലെടുത്ത് PV അൻവർ നിലമ്പൂരിൽ നോട്ടമിട്ടപ്പോൾ ഷൗക്കത്തിന് ആര്യാടന്റെ അതേ വഴി പിന്തുടരാമെന്ന സ്വപ്നം തൽക്കാലത്തേക്ക് കൈവിടേണ്ടി വന്നു. 2021 ഷൗക്കത്ത് സീറ്റ് മോഹിച്ചുവെങ്കിലും DCC പ്രസിഡന്റായിരുന്ന VV പ്രകാശിനാണ് അന്ന് നറുക്ക് വീണത്. പിന്നാലെ ഷൗക്കത്ത് DCC അധ്യക്ഷ പദവി ഏറ്റെടുത്തു. പിന്നീട് ആ പദവി കോൺഗ്രസ് നേതൃത്വം VS ജോയിക്ക് കൈമാറി. അൻവർ സ്ഥാനമൊഴിഞ്ഞതോടെ നിലമ്പൂരിലെ എതിരാളി ഇല്ലാതായി. ആര്യാടന്റെ മകൻ എന്ന വിലാസം കൂടി മുൻനിർത്തി ഷൗക്കത്തിൽ നിലമ്പൂരിൽ വിജയമുറപ്പിച്ചു. നിലമ്പൂരിൽ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടത് CPM ആണ്. നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന് 5 അംഗ ഭൂരിപക്ഷം CPM പ്രതീക്ഷിച്ചതേയല്ല. 2000 വോട്ടിന് ഷൗക്കത്ത് ജയിച്ചേക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തലിൽ എത്തിയിരുന്നു. 18,000 വോട്ട് PV അൻവർ നേടിയാൽ CPM ജയിക്കുമെന്ന് പക്ഷേ പിണറായി കരുതിയിരുന്നു. അൻവറിന് വോട്ട് കിട്ടുമെന്ന തിരിച്ചറിവിലാണ് CPM ജയപ്രതീക്ഷ വെച്ചത്. 19,000 വോട്ടിലധികം അൻവർ നേടിയിട്ടും 10,000-ലധികം വോട്ടിന് ഷൗക്കത്ത് ജയിച്ചു. നിലമ്പൂരിൽ ക്യാപ്റ്റനായി തിളങ്ങിയ പിണറായിക്ക് എല്ലാ അർത്ഥത്തിലും പിഴച്ചു. RSSനെ ന്യായീകരിച്ച CPI സെക്രട്ടറി MV ഗോവിന്ദനെ ബലിയാടാക്കും. അതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ പിണറായി നൽകിയിട്ടുണ്ട്. ഹിന്ദു വോട്ടുകളെല്ലാം സ്വരാജിന് കിട്ടുമെന്നായിരുന്നു CPM പ്രതീക്ഷ. ഹിന്ദു വോട്ടുകൾ CPMനാണ് കിട്ടിയതെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയും CPMനെ പ്രതീക്ഷയിലാക്കി. പക്ഷേ ഫലം തിരിച്ചായി. ഹിന്ദു മേഖലകളിലടക്കം ഷൗക്കത്ത് മുന്നേറി. കോൺഗ്രസ് വോട്ടുകളൊന്നും ചിന്നിച്ചിതറിയില്ല. BJP 2021 വോട്ട് നിലനിർത്തി. എല്ലാ അർത്ഥത്തിലും CPMന് മാത്രമാണ് നിലമ്പൂരിൽ തിരിച്ചടി. ഭരണത്തിന്റെ വിലയിരുത്തലായി ഇത് മാറുമെന്ന CPM പ്രഖ്യാപനം ഇവിടെ പിണറായിക്ക് കൂടുതൽ തിരിച്ചടിയാകും. ഇതിലെല്ലാം ഉപരി CPM സംഘടനാ സംവിധാനമാണ് ചോദ്യമുനയിൽ നിൽക്കുന്നത്. ബൂത്തുകളിൽ നിന്നും CPMന് ലഭിച്ച വോട്ട് കണക്കടക്കം തെറ്റി. ഒരിക്കലും ഇത്ര വലിയ തോൽവി CPM പ്രതീക്ഷിച്ചില്ല എന്നതാണ് വസ്തുത. ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസിനുള്ളിൽ ശത്രുക്കളുണ്ടെന്നാണ് CPM കരുതിയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ വലിയ തോതിൽ അൻവർ പിടിക്കുമെന്നും കരുതി. പോത്തുകൽ പഞ്ചായത്തിൽ അൻവർ വലിയ ചലനമുണ്ടാക്കുമെന്നും കരുതി. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും അൻവറിസം ചലനമുണ്ടാക്കുമെന്നായിരുന്നു സഖാക്കൾ വിലയിരുത്തിയത്. ഇതനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്ലാൻ തയ്യാറാക്കിയത്. BJPയുടെ ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുമെന്നും കരുതി. പക്ഷെ അതും ഉണ്ടായില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാളുകയായിരുന്നു പിണറായിയുടെ കണക്കുകൂട്ടൽ. അതിശക്തനായ സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എന്നും എല്ലാ വിഭാഗവും ജനങ്ങളും വോട്ട് ചെയ്യുമെന്നും കരുതി. അവിടെയും തെറ്റി. സ്വരാജിന്റെ വീടിരിക്കുന്ന ബൂത്തിൽ പോലും CPMന് ലീഡ് ഉണ്ടായില്ല. വോട്ടെണ്ണൽ തുടങ്ങിയ സമയം മുതൽ സ്വരാജിന് മേൽ ഷൗക്കത്തിന് മുൻതൂക്കം നേടാനായി. അങ്ങനെ CPM തളർന്നു വീണു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ കളത്തിലിറക്കിയിട്ടും തോറ്റത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. പാർട്ടി സംവിധാനങ്ങളെല്ലാം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിച്ചിട്ടും അച്ചടക്കത്തോടെയും കാര്യക്ഷമമായും മണ്ഡലത്തിൽ കഴിഞ്ഞ 3 ആഴ്ചയും പ്രവർത്തിച്ചു. എന്നിട്ടും സിറ്റിംഗ് സീറ്റ് കൈവിട്ടത് വലിയ തിരിച്ചടിയാണ്. ഭരണവിരുദ്ധ വികാരമെന്ന പ്രചാരണം ശരിവെക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. പാർട്ടിക്ക് മാത്രമല്ല സ്വരാജ് എന്ന നേതാവിനും തെരഞ്ഞെടുപ്പ് തോൽവി സമ്മാനിക്കുന്നത് വലിയ ക്ഷീണമാണ്. വ്യക്തിപരമായും സ്വരാജിന് ഈ ഫലം ആഘാതമുണ്ടാക്കുന്നതാണ്. സ്വന്തം നാട്ടിലെ തോൽവി എന്നതാണ് ആദ്യ കാരണം. 5 വർഷത്തിനിടെയുള്ള 2ാം തോൽവി. ഇത് CPMലെ സ്വരാജിന്റെ ജനകീയ മുഖത്തിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഹിന്ദുക്കളുടെ വോട്ട് CPMനാണ് കിട്ടിയതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. BJPയുമായി ചേർന്ന് നിൽക്കുന്ന BDJSന്റെ നേതാവായാണ് പലരും വെള്ളാപ്പള്ളിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ RSS വോട്ട് കോൺഗ്രസിന് കിട്ടിയെന്ന് ഇനി പറയാനും കഴിയില്ല. ഏതായാലും വലിയൊരു വിജയം തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്.